ആ ഞാനാ. എന്ത് വേണം അശ്വതി തമ്പുരാട്ടി? വിനോദ് എവിടെയാ? ഇനിയും പുറപ്പെട്ടില്ലേ? അങ്ങനെ എടുത്തിയാടി പോരാൻ പറ്റുമോ? ലക്ഷ്മീപുരം കൊട്ടാരത്തിലേക്കല്ലേ വരവ്. അതും കല്യാണത്തലേന്ന് രാജകുമാരി അടിച്ചോണ്ട് പോരാൻ. സമയവും കാലവും മുൻകരുതലും ഒക്കെ നോക്കണ്ടേ തമ്പുരാട്ടി? സമയവും കാലവും നോക്കിയിരുന്നാ വരുമ്പോ കൊളക്കടവിൽ എന്റെ ശവം കാണും. നാളെ ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്നതിലും ഭേദം ചാവുന്നതാ. ഡോണ്ട് ബി സില്ലി. ഇന്ന് രാത്രി 12 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും, നിന്നെ കൊണ്ട് പോന്നിരിക്കും. അതെ, ആരോ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. നീ ആരെയാ ഫോൺ ചെയ്തത്? ചോദിച്ചത് കേട്ടില്ലേ? അത് ഇങ്ങോട്ട് വന്ന ഫോൺ കോളാ. എടുത്തപ്പോ കട്ടായി. അശ്വതി, ഞാൻ നിന്റെ പെറ്റമ്മയാ. നുണ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നീ അവനെ വിളിച്ചു അല്ലേ? നിന്റെ തോന്നിയസോടെ നടക്കില്ല. നാളെ നിന്നെ കെട്ടാൻ പോണത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാ, അത് മറക്കണ്ട. അയ്യോ, ഞങ്ങളത് മറന്നുപോയി ചേച്ചി. എന്ത്? തെക്കേക്കാവിലെ നാഗേക്ഷിയുടെ നടയില് മോളെ കൊണ്ടേ തൊഴിച്ചില്ല. നിങ്ങൾ പിന്നെ എന്തോന്നാ മറക്കാത്തത്? ഇപ്പൊ തന്നെ ഞാൻ എന്താ പറഞ്ഞിട്ട് പോയത്? ഇവളുടെ അടുത്തുനിന്ന് മാറരുതെന്നല്ലേ? കണ്ണു തെറ്റിയ ഫോണിൽ അവളുടെ കൈ. ആ തെരുവ് തണ്ടി എന്ത് കൈവശമാണോ എന്തോ ഇവക്ക് കൊടുത്തിരിക്കുന്നത്. ചേച്ചി ചുമ്മാ മോളെ വിഷമിപ്പിക്കാതെ. അവക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേ മോളെ? നിങ്ങൾ രണ്ടാൾ ഇവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. നാളെ കല്യാണം കഴിയുന്നതുവരെ. ഞാനും താഴോട്ട് ചെല്ലട്ടെ. അവൻ ചിരഞ്ജീവിയാണെന്നൊക്കെ അല്ലേ മാർക്കറ്റിലുള്ളവർ പറയണത്? ചിരഞ്ജീവി അവന്റെ കാലനായി പൂരാടം തിരുനാൾ വലിയ കോയി തമ്പുരാൻ. അവൻ ഒറ്റയടിക്ക് 4 പേരെ കൊന്നെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഇനി വലിയ കോയി തമ്പുരാനോടെങ്ങാനും ഏറ്റുമുട്ടാൻ വരട്ടെ. ഈ സിരകളിൽ കൂടി ഓടുന്ന എന്താണെന്നറിയാം? ഓൾഡ് കാസ്ക് റമ്മ. ഓടാ പുല്ലേ അല്ലേ? രാജരക്തമാണ്. ISI മുദ്രയുള്ള രാജരക്തം. അവന്റെ തല കൊയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും നാം ചെയ്തു കഴിഞ്ഞു. നീയായിട്ട് ഒരു സന്നാഹം എവിടെ ഉണ്ടാക്കണ്ട. ആരടാ അത്? വലിയ തമ്പുരാട്ടിയാ. അയ്യോ, ചേച്ചിയായിരുന്നോ? വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ CI വേലായുധൻ ഒരാഴ്ചത്തേക്ക് അവനെ ആകാശം കാണിക്കില്ല. കുട്ടികൃഷ്ണ, രൂപ 30,000 ഞാൻ എണ്ണിക്കൊടുത്തത്. അല്ലേലും ഞാൻ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ചേച്ചി മരത്തെ കയറി മാങ്ങാ പറിക്കും. അതും പോരാഞ്ഞ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു ലക്ഷാർച്ചനെ ഞാൻ നേർന്നിട്ടുണ്ട്. ഇതാ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ചേച്ചി ഒരു ഡോക്ടറല്ലേ? ഒരു ഡോക്ടർ ഒരിക്കലും അന്ധവിശ്വാസിയാകരുത്. ചേച്ചിയെ കൊണ്ട് ഈ അർച്ചനയൊക്കെ ചെയ്യിക്കുന്ന അവനായിരിക്കും ആ അമ്പലം നിരങ്ങി. അർച്ചന മാത്രമല്ല ഏട്ടാ, ശത്രു സംഹാരത്തിനുള്ള അടവഴിപാടും വെടിവഴിപാടും ഉണ്ണിയപ്പവും അരവണയും പാൽപ്പായസവും എല്ലാം കഴിപ്പിച്ചു. എന്താ പാൽപ്പായസത്തിൽ നിർത്തിയത്? പൊരിച്ച കോഴിയും ചപ്പാത്തിയും കൂടാവായിരുന്നില്ലേ? ക്ഷേത്രത്തിൽ പൊരിച്ച കോഴിയും ചപ്പാത്തിയോ? ശിവ ശിവ, ഏട്ടന്റെ നിരീശ്വരവാദം കാരണം കൊട്ടാരത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു വിട്ടതല്ലേ കൊച്ചിരാമ? പിന്നെ നീ ഇതിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി വെച്ച് കതിർ മണ്ഡപത്തിന്റെ അലങ്കാരം വരെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഒരു വിവരം അറിഞ്ഞോ? ആ വിനോദ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുക. നമ്മുടെ മോടെ കഴുത്തിൽ അവൻ താലി ചാർത്തു വന്ന്. ആ തെമ്മാടി ഒരു പാഠം പഠിപ്പിക്കണം. ലക്ഷ്മീപുരം കൊട്ടാരം സൂപ്രണ്ടെന്ന നിലയിൽ അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. താൻ കൈകാര്യം ചെയ്യുന്നൊക്കെ എനിക്കറിയാം. ഈശ്വര, ഈ കല്യാണം ഒന്ന് മംഗളമായിട്ട് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. മണ്ണാറശാലയിൽ ഞാൻ ഒരു ഉരുളി കമിഴ്ത്തിയേക്കാമേ. ആ രൂപ യുക്തിവാദി ഫണ്ടിലേക്ക് ഇരിക്കട്ടെ. നീ ഉരുളി കമഴ്ത്തണ്ട. നമ്മുടെ CI വേലായുധൻ അവനെ ഇപ്പോ നക്ഷത്രം എണ്ണിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണ്ട എനിക്ക് തിരിച്ചടിക്കാൻ. അയ്യോ അയ്യോ, ഓടിവായോ. അയ്യോ അയ്യോ. എന്റെ ചാക്കാൽ ആഘോഷിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് എത്ര നക്കാപ്പിച്ച കിട്ടി? പോരാത്തത് ഞാൻ തരാടാ. സ്വന്തം ഏമാനെ തല്ലിട്ട് നോക്കിയിരിക്കുന്നോടാ കഴിവേറുകളെ. അടിച്ചു നിർത്തണവനെ, ഇല്ലെങ്കിൽ എല്ലാത്തിനും തൊപ്പിയെ തെറിപ്പിക്കും. തൽക്കാലം സാറിനെ തല്ലിയത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ആ പെണ്ണിന്റെ കല്യാണം കഴിയുന്നവരെ നിന്നെ ഈ ഏരിയയിൽ കണ്ടുപോരുത്. അയ്യോ, അതെങ്ങനാ സാറേ? അവളെ കെട്ടേണ്ടവൻ ഞാനല്ലേ? ഞാൻ ഇതാ ഞാൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇടപെടാത്തത്.
അനക്കല്ല സർ, കാറ്റ് പോയിന്നാ തോന്നുന്നത്. ഇതാ ഞാൻ ഇടപെടാത്തത്. തൊട്ട കാറ്റ് പോവും. എടുത്ത ആറ്റിലേക്ക് എറിയടാ സർ. മുത്തശ്ശി എന്തിനാ വിളിച്ചേ? പോലീസുകാരാ ചെറുക്കനെ തല്ലിക്കൊന്ന് ആറ്റിലെറിഞ്ഞെന്ന് പറയുന്നു കേട്ടു. കല്യാണത്തിന് തടസ്സം ഉണ്ടാക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ കൊല്ലാനൊന്നും പറഞ്ഞില്ല. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലും. അങ്ങനെയൊന്നും ചാവുന്നവനല്ല അവൻ. കല്ലേല് വെച്ച് കുത്തിച്ചതച്ചാലും അവനെ കൊല്ലാൻ പറ്റില്ല. അവന്റെ ജന്മം ഏതാണെന്നറിയോ? ഒന്നര മണിക്കൂറാണ് ഞാൻ അവനോട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തത്. അടിച്ച് നേരത്തെ കളഞ്ഞേ. പോലീസുകാരോടൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുപോലൊരു ഓപ്പറേഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഓപ്പറേറ്റ് ചെയ്താണോ അവനെ കൊന്ന്? എന്തോന്ന് ഛേ, ഞങ്ങൾ പോലീസുകാരും പട്ടാളക്കാരും ഏറ്റെടുക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് പറയും. കേട്ടിട്ടില്ലേ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ? ഓപ്പറേഷൻ നടത്തിയ സാറായിരുന്നു. എന്റെ ദൈവമേ, തല്ലുകൊറ കൊണ്ടുകാണല്ലോ. എന്റെ ഈ ഉരുക്ക് ബോഡിയിൽ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് ജിം അല്ല, ജിം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. വിസിൽ ഈ പോക്കറ്റിലുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് കാണിയാലും സർക്കാർ ബോർഡ് വയ്ക്കുന്ന ചുമ്മാതല്ല. കണ്ടോ? അപ്പൊ കൊക്കോകോള ആരോഗ്യത്തിന് അരിയല്ലടേ. അപ്പൊ കവർ പാല എന്നൊക്കെ ആനിയല്ലേ. ഒന്നോട് കഴിക്കടാ കൊച്ചുണേ, പെട്ടെന്ന് കഴിക്കടാ. അക്രാന്തം കാണിക്കുന്നു. സോഡ കഴിക്കടാ. അതാരടാ വേദാൻ സാറേ നിന്റെ പുറയില്? അതെന്റെ നിഴലാടാ. നിഴലും നിലാവും തിരിച്ചറിയാത്ത കഴുത. കഴുത സൂപ്പർ.